ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ കൂറ്റനാട് ചാലിശ്ശേരി റോഡിലോട്ട് നിൽക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞു ചായക്കടയുണ്ട്, ഒരു വനിത റെസ്റ്റോറൻറ്റ്. ഇവിടെ നല്ല പൊറാട്ടയും ബീഫും അങ്ങനത്തെ ഐറ്റംസ് കടികൾ, നൂൽപുട്ട്, ചിക്കൻ അതൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഞങ്ങൾ കേട്ടത്. അപ്പോൾ അതിൻ്റെ ഇത് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കഴിച്ചിട്ട് വിവരം പറയും. അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ്. പുറമെന്ന് കാണുന്ന പോലെ അല്ല, മുമ്പിൽ കൊണ്ടുപോലെ നല്ല വൃത്തിയിൽ ടൈലൊക്കെ പൊട്ടിച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്. ഫുഡ് എങ്ങനെ നോക്കാറുണ്ട്. ആ നോബിനോട് നേരത്തെ ഓൻ നൂൽപ്പൊടി എടുത്തിരിക്കുന്നത് പൊറാട്ട തിന്നില്ല. കൊളസ്ട്രോളിന്റെ മാരകമായ സാധനങ്ങളുണ്ട്. മൈദയുടെ അതിപ്രസരം മേടിച്ചിട്ട് കൊളസ്ട്രോളിന്റെ ഇതെല്ലാം എവിടെ പോയാലും പൊറാട്ട ഉപയോഗിക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദേവരുടെ പോയപ്പോ മുട്ടനെടുത്ത് അതാണ് ഇതൊക്കെ തിന്നു കഴിഞ്ഞാൽ വേറെ ഗുണമുണ്ട്. ഒരു 2 മണിക്കൂർ ഞൊന്നും നോക്കണ്ട, ചെറുതായാലും നനച്ചു കൊടുത്തായി. വേറൊന്നും അല്ല ദോശ ഇതെന്ന് പറഞ്ഞാല് മീൻകറിയും പൊറോട്ട നോക്കാം. ഇത് ആദ്യം ടെസ്റ്റ് ചെയ്ത് നല്ല മീൻ മുളകിട്ട് അയിലട്ടോ, മീൻ മുളകിട്ടവും പൊറോട്ടയും ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മീൻ മുളകിട്ടതിൻ്റെ അയിലയുടെ ചെറിയ പീസ് മീൻ മുളകിട്ട് നല്ല ചൂടുള്ള പൊറോട്ട, മുരിഞ്ഞ പൊറോട്ട വെക്കുന്നില്ല. ഹോട്ടലിൽ അല്ല, ഈ വനിതാ ഹോട്ടലിനുള്ള പേര് മാത്രമല്ലോ, വനിതകളുടെ കൈപ്പുണ്യം കാണാൻ ആ മീൻകറിയിലാ സൈഡിൽ ഇറങ്ങുന്നത്. വേറൊരു കോമ്പിനേഷൻ ചങ്കളത്. ഇതെന്താ നമ്മുടെ നല്ല ദോശ, രാവിലെ തന്നെ അടിപൊളി ദോശ, ചട്നി, സാമ്പാർ, ചമ്മന്തി ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ കുറച്ച് ബീഫ്. എന്താണെങ്കിൽ നമുക്ക് ബീഫ് മസ്റ്റ് തന്നെ എടുത്തിട്ട് ബീഫ് കോൽപ്പിടാനുണ്ട്. അതെ, നല്ല കോമ്പിനേഷൻ. ദോശയും ഇതൊരു വെറൈറ്റി കോമ്പിനേഷൻ കുറച്ചാൽ ഈ ദോശ കുറച്ച് ചമ്മന്തിയിൽ എടുക്കുക, ബീഫ് അതിൽ കുറച്ച് ചട്നി എടുക്കുക. മീൻകറി പൊറോട്ട കഴിച്ചിട്ടായി പറയുമ്പോ കേട്ടോ, അടിച്ച പൊറോട്ട, അതാണ് കോമ്പിനേഷൻ കേട്ടോ. വാവ്, സൂപ്പറല്ലേ? ആ ഗ്രേവിയുടെ രസമല്ലേ മറ്റേ മീൻ്റെ. ഇവർക്ക് പിന്നെ പാലകം വരെ ഒന്ന് അടിച്ചോളൂ. സംസാരമില്ല. ഓഫിന്റെ ആ 4-5 നൂൽപുട്ട് ഒറ്റടിക്ക് കഴിഞ്ഞിരിക്കണേ, 2 സെക്കൻഡോട് തീർത്തിരിക്കണേ. ഒറ്റടി കഴിച്ച് ഒറ്റടിക്ക കഴിച്ചേ. അപ്പൊ ഇനിയിപ്പോ നൂൽപുട്ട് അവിടെ ഇല്ല, അത്ര ഇനിയിപ്പോ പപ്പടം കഴിക്കേണ്ടി വരുമോ? ഒറ്റ പപ്പടം മുടക്കി ഇവിടെ. ഇതിന്റെ കൂടെ അടിച്ച ചായ. ഇത് ലേറ്റ് ആയിട്ടോ, ഇത് നമ്മുടെ സുഗർക്കൊക്കെ ലേറ്റ് ആയി. ഒരു ശരീരം മാത്രം വളർന്നപ്പോഴും ഇപ്പോഴും കുട്ടികളുടെ മനസ്സാണ്. അതുകൊണ്ടാണ് എവിടെ പോയാലും അതൊരു കമ്മിയാ. അത് പിന്നെ എന്റെ കണ്ടപ്പോ ഷുഗർ ഉണ്ടെന്ന് മനസ്സിലായിരിക്കും. അതിട്ടിട്ട് പഞ്ചാര പ്രിയനാണ്. ഈ ചായ ബീഫ് പിന്നെ എത്തിരിക്കാൻ നമ്മൾ അഖിൽ സാറിന് ബീഫ് കൊടുക്കാണ്.
ശരിക്കും ഉള്ളിലേക്ക് വെച്ചിട്ട് നാരങ്ങയൊക്കെ വീട്ടിലുള്ള കഷ്ടപ്പാടാണ്. ഇന്നലെ കൂടുതലല്ലേ പൊറോട്ട. ആ അഞ്ചാമത്തെ പൊറോട്ട നമ്മുടെ സുബർക്ക് ഓർഡർ ചെയ്യുന്നത്. മനുഷ്യങ്ങൾ എല്ലാ ആഴ്ചയും പൊറോട്ട നാരങ്ങ കുത്തിക്കെട്ടാണ് പഞ്ചടിമിറ്റായ ആളാണ്. ഒരു ലൈഫ് എന്നും മരിക്കച്ചങ്ങ് മരിക്കപ്പെട്ടു എന്നും മരിച്ചെന്ന് വരാലോ. പിന്നെ വേറൊരു കോമ്പിനേഷൻ കാണിച്ചാൽ അത് അധികം ട്രൈ ചെയ്യാറുണ്ട്. നമ്മൾ പൊറാട്ടയും സാമ്പാറൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എങ്ങനെയുണ്ട്? ഇപ്പൊ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ആ ചട്നി കണ്ടിട്ടാണ് ദോശ. പൊറാട്ടി ചട്നി എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇയാൾക്കില്ലല്ലോ സൂപ്പർ. പിന്നെ ഞാൻ പഠിച്ചിട്ട് പരീക്ഷിക്കണ്ട. പൊറാട്ടയിൽ എപ്പോഴും ബീഫ് അല്ലെങ്കിൽ സാമ്പാറോ അതാണ് എപ്പോഴും മീൻ മുളക് ഉണ്ടാവും. പറ്റട്ടോ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സംഭവം പൊറോട്ട നോക്കിയിട്ട് ബാബു മിസ്സാണ് പാത്രത്തിൽ വെച്ചാൽ ഇവിടെ വെച്ചാൽ അങ്ങോട്ട് ഇങ്ങനെ കോഴിട്ട് അടിച്ചു ബാബു മിസ്സാണ് സ്കൂളിൽ ഓർമ്മ അല്ലേ? നല്ല പൊറോട്ടയ്ക്ക് മീൻകറി എന്താ കുഴപ്പം? മറ്റൊരു ചോറുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ അപ്പുറത്ത് ചക്കൻ്റെ തിന്നലാ. ചക്കൻ ചോറ് നോക്കുമ്പോ അതൊന്നും ഉണ്ടാവില്ല. പൊറാട്ടയും സാമ്പാറും ₹2. 5 രൂപയിൽ 2 പൊറാട്ട കിട്ടും. ഒരു ചെമ്പട്ടി വയസ്സിന് കിട്ടും. ഞാൻ പറയാൻ കാരണം തന്നെ സുഖർക്കാ. ഞാൻ അവിടെ 2ാം ക്ലാസ്സിൽ കയറുമ്പോ 10ാം ക്ലാസ്സിലാണ്. അതാണ് അവിടെ ഉണ്ടായത്. നോക്കിലെ പ്രായം പറഞ്ഞു ചേച്ചി എന്നെ ഭക്ഷണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ചെയ്യും. കാര്യം എന്റെ പ്രായത്തിനോട് ചെയ്യും ബഹുമാനിക്ക്. എന്താ പഠിക്കുന്നത്? അവന്റെ പ്രായത്തിനെ കൊണ്ട് ഇരിക്കണ്ടേ? ചെറിയ കുട്ടികളെ പോലെ ഇരുന്നേ. അതിപ്പോ നിർത്തിത്തരാം. ബില്ലിക്ക് കൊടുക്കണം കേട്ടോ. അപ്പൊ നിർത്തിത്തരോണ്ട് തീറ്റ. പ്രായം പറഞ്ഞ് എണ്ണ കിട്ടത് ചെറിയ ചക്കര ഓനൊക്കെ കഴിക്കണേ കുഴപ്പമില്ല. അതിനെ പറഞ്ഞേ ഈ വയസ്സ് മറന്നിട്ട് അതൊരു കോമ്പിനേഷനാണ്. നല്ല ഉഷാറ് ഫുഡായി കേട്ടോ. ഞങ്ങളിപ്പോ ഞങ്ങള് മറ്റേ എടപ്പാട് അയിലക്കാർന്ന് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വഴി വന്നാണ്. അപ്പൊ ഞങ്ങൾ അവിചാരിതമായിട്ട് കയറിയാണ്. ഹോട്ടലും കണ്ട് രാവിലത്തെ എവിടുന്ന് കഴിക്കാൻ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എവിടുന്ന് കഴിക്കാച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയറി വെക്കുന്നത്. പക്ഷെ കയറി പോകുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ഫുഡാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ ചാലശ്ശേരി കൂറ്റനാട് കഴിഞ്ഞാൽ ചാലശ്ശേരി റോഡ് തന്നെ റൈറ്റ് സൈഡിൽ വനിത ഹോട്ടൽ കഴിക്കുന്നുണ്ടോ. നല്ല ആംബിയൻസ് എല്ലാം വൃത്തിയിൽ കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. നക്കി നക്കി തിന്നാണ് നല്ല ഫുഡ്. പിന്നെ ആ പ്ലേറ്റിന് കഴിക്കേണ്ട ആവശ്യമില്ല. പൊറോട്ട കഴിക്കണേ കേട്ടുള്ളൂ. മസാല അങ്ങനെ നക്കി നക്കി തിന്നാൻ ഒരു കുഴപ്പമില്ല. ഇത് മസാലയുടെ മുളകാണതേ. അടി പിടിച്ചത് ഞാൻ നിർത്തി. എന്റെ മിനിമം എന്റെ ടാർജറ്റ് ക്ലിയർ ആയി. 5 പൊറോട്ട ഇതൊക്കെ നല്ല സാധനം എടുത്ത് പറഞ്ഞു. നല്ല ഗ്രേവി, നല്ല മീൻകറിയാടാ. നോഫിൽ പറഞ്ഞ നല്ല ചട്ടിയിൽ ഉണ്ടാക്കിയ മീൻകറി അല്ലേ? അതൊക്കെ അറിയില്ല. എങ്ങനെ ഉണ്ടാക്കിയെന്നറിയില്ല. നോഫിന്റെ ഭാഷയിൽ പറഞ്ഞ കിളന്ത് മീൻകറി. അപ്പൊ അടിപൊളി ഫുഡ് തന്നിട്ടല്ലേ. ഒരു പ്രതീക്ഷിക്കാതെ കയറി എല്ലാം ഫുഡ് കിട്ടി. നമ്മൾ സത്യസന്ധമായിട്ട് പറ്റും പറയണത്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ അതിന്റെ ശേഷം അതിന്റെ കൂടെ ഒരു മിക്സർ മുട്ടായി, ഇവന്റെ പഞ്ഞുമിട്ടായി. അല്ലെങ്കിൽ ഭക്ഷണം വയറ് നടത്തിയ ഒരു സ്വീറ്റ്സ് നിർബന്ധമാണ്. ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മൾ കൂറ്റനാട് നിന്ന് നേരെ ചാലശ്ശേരി പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ വനിത ഹോട്ടൽ. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യും.